ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നവീൻ സയൻസ് മാജിക് യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇത് രണ്ടാമത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ഒരു വ്ളോഗാണ്, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നു എന്ന് എനിക്കറിയാം. കുറച്ച് പേരുടെ ഡൗട്ട്സും അതേപോലെ കുറേ പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാനാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പം 2 വീക്ക് ആയെന്ന് തോന്നുന്നല്ല വീഡിയോ ചെയ്തിട്ട്. അപ്പം ആക്ച്വലി ഇൻ്റർവ്യൂ കുറേ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ബേസിക്കലി ഉണ്ടാകുന്ന കുറേ പേഴ്സണലി പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ടൈം അങ്ങ് പോയി. അപ്പോൾ കുറേ പേരുടെ ഡൗട്ട്സ് കാര്യങ്ങൾ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരണം, പിന്നെ കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരണം എന്നുണ്ട്. സോ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കമൻസ് രണ്ടെണ്ണം ഞാൻ ഒരു കമൻറ്റ് ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. നോർമലി നിങ്ങൾ മാത്രമല്ല, ഇൻ്റർവ്യൂ ബോർഡ് വരെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ കൂടുതൽ പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ കൂടുതലും പറഞ്ഞത് എങ്ങനെയായിരുന്നു എൻ്റെ ഒരു കരിയർ ജേണി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു കോഴ്സിലോട്ട് ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, പിന്നെ അവിടെ നേരിട്ട് എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇൻ്റേൺഷിപ്പ് ചെയ്ത ഹോസ്പിറ്റലിലെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ കണ്ടിട്ട് കൂട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും പിന്നെ നിനക്ക് ഇത്രയ്ക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചവർ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്നവർ, നമ്മുടെ ഫാമിലിയിലേക്ക് എത്തുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കോഴ്സിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇതുപോലെ ഒരുപാട് കോഴ്സുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, നമുക്ക് സ്വാഭാവികമായിട്ടും പറ്റാവുന്ന മിസ്റ്റേക്കുകൾ, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആദ്യം നിങ്ങൾ എവിടെയാണ് ഒരു ഹോസ്പിറ്റൽ ഇൻ്റേൺഷിപ്പ് കഴിഞ്ഞതിൻ്റെ എക്സ്പീരിയൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. സോ അതിനുശേഷം ISST വഴി തന്നെ ഞാൻ കുറേ ഇൻ്റർവ്യൂസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയും, ഇത്ര ഇൻ്റർവ്യൂ പോയിട്ട് പ്രശ്നം ഉണ്ടായിട്ട് വീണ്ടും ഇൻ്റർവ്യൂവിന് പോവാണോ? ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളവിടെ പോസിറ്റീവും കാണണം, നെഗറ്റീവും കാണണം. ഇൻ്റർവ്യൂ കുറേ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് കാര്യമല്ല, നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പം നോർമലി നമ്മൾ രാവിലെ, എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തോ. നിങ്ങൾക്കറിയാമല്ലോ, ഗ്രൂമിങ് മസ്റ്റാണ്. അത് ഞാൻ പറയാം. ഗ്രൂമിങ് എന്ന് പറയുന്ന കാര്യം, ISSTക്കാർ പറയുന്ന ഗ്രൂമിങ് എന്ന് പറയുന്നത് ടൈ കെട്ടി പോകുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ എയർലൈൻ ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെയാണ് നോർമലി അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അത് ഓരോരുത്തരുടെയും, ഞാനൊരിക്കലും അത് അങ്ങനെ 100% വേണമെന്ന് പറയില്ല. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ തന്നെ പോകാം. നല്ല എന്താ പറയുക, നമ്മളെ ഫോമൽ ഷർട്ടൊക്കെ ധരിച്ച് നല്ല കൈയൊക്കെ നല്ല ടിപ്പ് ടോപ്പ് ആക്കി വാച്ചൊക്കെ കെട്ടി, വാച്ച് കെട്ടണമെന്നില്ല, വാച്ചില്ലാത്തവർ അതിന് വേണ്ടി പോകുന്നു വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ബിയേഴ്സ് താടി പ്രത്യേകിച്ച് ക്ലീൻ ഷേവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ഷേപ്പ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ വളർന്നതാണ് കേട്ടോ, 2 ദിവസം മുമ്പ് ഞാൻ ശരിയാക്കിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടേതായ രീതി, ഇനിയിപ്പോൾ ഒന്നും കുളമാക്കാൻ ദയവ് ചെയ്ത് പോകരുത്. ഇപ്പം എനിക്ക് കിട്ടുന്ന പണി എന്ന് വെച്ചാൽ എനിക്ക് പല ഇൻ്റർവ്യൂസ് വരുന്നത് പെട്ടെന്നായിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവ്യൂസ് ISSTക്കാർ ഷെഡ്യൂൾ ചെയ്ത് തരുന്നത് നമുക്ക് ചിലപ്പോൾ നാളെ മറ്റന്നാൾ അങ്ങനെ പെട്ടെന്നായിരിക്കും വരിക. ചിലത് 2 ആഴ്ചയൊക്കെ നീണ്ടുപോകും. അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഷേവിങ് സംഭവം ഉണ്ടല്ലോ, നമ്മൾ നോർമലി ഷേവ് ചെയ്യുന്നത് തന്നെ ഈ ചെറിയ ട്രിമ്മർ യൂസ് ചെയ്യുക, അത് വെച്ച് ഇങ്ങനെ ചെയ്ത് കുളമാക്കി കളയും. അപ്പോൾ അവസാനം കണ്ടീഷൻ മടിക്കേണ്ടി വരും, താടിയും മടിക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂമിങ്. ഒരിക്കലും ബ്യൂട്ടി പാർലർ എന്നല്ല, ഗ്രൂമിങ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. ബ്യൂട്ടി പാർലറിൽ പോയി, ജെൻസ് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്താൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നോർമലി ഒരു നമ്മൾ സാധാരണ മുടിയൊക്കെ വെട്ടാൻ പോകുന്ന കടയിലോട്ട് പോയി പറഞ്ഞാൽ മതി, ഒന്ന് ഷേപ്പ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഓക്കെ, അതൊക്കെ സെക്കൻഡ് കാര്യമാണ്. നമ്മൾ ആദ്യം അതൊന്നും ആലോചിക്കേണ്ട. ആദ്യം നമ്മൾ ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇൻ്റർവ്യൂ, ഇപ്പം ഞാൻ പോയ കുറച്ച് ഇൻ്റർവ്യൂവിൽ ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വീഡിയോ എനിക്കൊരു മറ്റേ വീഡിയോ 22-23 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാര്യങ്ങളെല്ലാം കഥ പോലെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആലോചിച്ച്, ദൈവം ഇത്രയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ബോറടിക്കത്തില്ലേ. പക്ഷെ ഒരുപാട് പേര് ഇത് കേട്ടു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും കൂടുതൽ പേരത് കാണാനുണ്ട്, തീർച്ചയായിട്ടും കാണും. അതുകൊണ്ട് സെക്കൻഡ് വീഡിയോ കൂടി ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഒരു കുട്ടി വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയാണ്. ഇതേപോലെ ഏതാണ് നല്ലത്, ഞാൻ മലപ്പുറത്തുള്ള ആളാണ്, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ആൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഏതാണ് നല്ലത് പഠിക്കാനൊക്കെ. അപ്പം ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ പേര് പറഞ്ഞു കൊടുത്തു. അത് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ അമൃത യൂണിവേഴ്സിറ്റി, അമൃത വിശ്വവിദ്യാപീഠം എന്നാണ് പേര്. നമ്മുടെ അമൃത ഹോസ്പിറ്റലിൻ്റെ തന്നെയാണ് കേട്ടോ, അമൃത വിശ്വവിദ്യം എന്നാണ് എനിക്ക് തോന്നുന്നു, ഹോസ്പിറ്റൽ തന്നെയാണ്. സോ അമൃത വിശ്വവിദ്യാപീഠം, അവരുടെ നമ്പരും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഒരിക്കലും ഒരു 100% ഉറപ്പ് നിങ്ങളിത് പഠിച്ചു ജോലി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളത് വിളിച്ച് നോക്കുക. കാരണം ഇവർ പറയുന്നത് MSc 2027 അഡ്മിഷൻ ആരംഭിച്ചു എന്നാണ്.
2 ഇയർ കോഴ്സാണ്, 2 ഇയർ. നമ്മളിപ്പം ഡിഗ്രി PG ഒക്കെ ഡിഗ്രി 3ഉം PG 2ഉം അല്ലേ, അതേപോലെ തന്നെ ഇത് MHAയുടെ കോഴ്സ് എന്ന് പറയുന്നത് 2 ഇയർ കോഴ്സാണ്. ഈ MHA എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് അല്ല, ഞാനിതുവരെ മാസ്റ്റേഴ്സ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഡിപ്ലോമ കോഴ്സ് തന്നെ കേട്ടോ, ഡിഗ്രി കോഴ്സാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി കോഴ്സ് എന്നാണ് പറയുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി അപ്രൂവൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ഒന്നാണ് ഈ പറയുന്ന MHA, നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠത്തിലുള്ളത്. പിന്നെ അവിടെ അവർ പറയുന്ന റിക്വയർമെന്റ് എന്ന് വെച്ചാൽ ഡിഗ്രിക്ക് ഡിഗ്രി നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 50% ശതമാനം മാർക്ക് നമുക്ക് വേണം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിൻ നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ ഫീൽഡിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ല ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്താ പറയാ, അത് പ്രിഫർ ചെയ്യുന്നതാണ് അവർ പറയുന്നത് കേട്ടോ, അത് സെലക്ട് ചെയ്യുന്നതിന് അവർ പ്രിഫർ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഫീ പറയുന്നത് 500 രൂപയാണ്. പിന്നെ കൊച്ചി ക്യാമ്പസിലാണ് ഇത് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഫരീദാബാദിലും ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഫീസ് തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ കൊച്ചിയിലാകുമ്പോൾ നമുക്ക് ഫീസ് കാര്യങ്ങൾ ആനുവൽ ട്യൂഷൻ ഫീസ് വരുന്നത് പറഞ്ഞാൽ 1 lakh to 50,000 ആണ്. നോൺ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ 2 lakh for 50,000, അതായത് 1 ലക്ഷവും 2 ലക്ഷവുമാണ്. 1 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പോട് കൂടിയാണ്, 2 ലക്ഷം എന്ന് പറയുമ്പോൾ സ്കോളർഷിപ്പ് ഇല്ലാതെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സ് നമ്മളൊരു MHA എന്ന് പറയുമ്പോൾ തന്നെ ഒരു MBA പോലെ തന്നെയാണല്ലോ. അപ്പൊ അത് പഠിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോയി ജോയിൻ ചെയ്യരുത് പ്ലീസ്. ഞാൻ അതിപ്പോഴേ പറയാണ്, ഞാൻ ഈ വീഡിയോയിലൂടെ അത് പറഞ്ഞു എന്ന് പറഞ്ഞ് നല്ല ഇതാന്ന് പറഞ്ഞ് ആരും ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാവൂ. കാരണം ഞാൻ ഒന്നിനെയും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയില്ല. നമ്മുടെ ചുറ്റും ഒരുപാട് കള്ളത്തരങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണിത്. അതിൽ നമ്മൾ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിച്ച് അത് നല്ലതാണോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ജെന്യൂൻ ആണോ എന്ന്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ജെന്യൂൻ തന്നെയാണ്, കാരണം യൂണിവേഴ്സിറ്റി അല്ലേ. സോ സ്വാഭാവികമായിട്ടും അമൃത വിശ്വവിദ്യാപീഠം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അമൃത ഹോസ്പിറ്റൽ തന്നെ ഫേമസ് ആണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇന്റേൺഷിപ്പ് ഒക്കെ അമൃത ഹോസ്പിറ്റലിലായിരിക്കാം. സോ പെട്ടെന്ന് ജോലി കിട്ടാനും എളുപ്പമാണ്. സോ അപ്പൊ അമൃത ഹോസ്പിറ്റലൊക്കെ അല്ലാതെ ജോബ് വേക്കൻസീസ് വരാറുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ചോദിച്ചവരോട് പറയാനുള്ളത് MHA തന്നെ നമുക്ക് അമൃത വിശ്വവിദ്യാപീഠം എന്നാണ് പേര്. അതിന്റെ 2 ഇയേഴ്സ് കോഴ്സ് MHAയുടെ 2024 അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കൊടുത്തേക്കുന്നത്. അഡ്മിഷൻ ക്ലോസ് ചെയ്തെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പോഴും നോക്കിയപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് MHA ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡിമാൻഡാണ്. കാരണം എല്ലാ ഹോസ്പിറ്റലുകാരും MHA ഉണ്ടെങ്കിൽ നമ്മളെ പ്രിഫർ ചെയ്യും, 100% ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ MHA പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ പ്രിഫർ ചെയ്യണമെന്നില്ല. നമുക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യും. കാരണം നമ്മൾ ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ അവസ്ഥയിൽ പറയുമ്പം ഞാൻ ശരിക്കും ചെയ്തത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. നമ്മളൊരു സർട്ടിഫിക്കേഷനാണ് ചെയ്തത്, ഒരു 4 മാസത്തെ കോഴ്സ്. പക്ഷെ ഇപ്പൊ ISST 6 മാസത്തെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ് ചെയ്യുന്നത്. അത് ഡിപ്ലോമയാണ് കേട്ടോ. ഇപ്പൊ ISST ചെയ്ത എല്ലാവരും ഡിപ്ലോമയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ 4 മാസത്തെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉള്ളു. പിന്നെ അവിടെ ഡിപ്ലോമ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കത് തോന്നും. അപ്പൊ എനിക്ക് അഭിപ്രായത്തിൽ കൂടുതൽ ഫീസുള്ളവരെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ കൂടുതൽ ഫീസ് മുടക്കിയാലും നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ കേരളത്തിലുള്ളത് മെയിൻ അതാണ്. പിന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ അപ്പോളോ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയാം, ചെന്നൈയിലെ അപ്പോളോ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിൽ തന്നെ അപ്പോളോ യൂണിവേഴ്സിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പഠിക്കുന്ന അത് നഴ്സിംഗ് എല്ലാം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞാനൊരു പ്രാവശ്യം അപ്പോളോ ഹോസ്പിറ്റലിൽ വിളിച്ച് ഇതുപോലെ യൂണിവേഴ്സിറ്റി അവിടെ ഇത് കണ്ടിട്ട് ഞാൻ വിളിച്ചായിരുന്നു. എന്നെ തിരിച്ച് വിളിച്ച് ഇതിനെ സംസാരിച്ച് തമിഴായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, സത്യം പറയില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞ കോൾ ബാക്ക് ലെറ്റർ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടുത്ത യൂണിവേഴ്സിറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ട്. ബട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക്ഡിൻ ഉണ്ട്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ലിങ്ക്ഡിൻ പോലത്തെ ജോബ് സൈറ്റുകൾ ഉണ്ടാവും. ജോബ് സൈറ്റ് അല്ല, അതൊരു എന്താ പറയുക, നമുക്കൊരു പ്രൊഫഷണൽ കണക്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് പർപ്പസ് ആണെങ്കിൽ ഒരു പ്രൊഫഷണലി നമുക്കൊരു കണക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആണ്. അപ്പോൾ അതൊരു ഒരിക്കലും ഒരു ജോബ് അന്വേഷിക്കുന്ന സൈറ്റ് എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് പലരും പറഞ്ഞു തരുന്നത് അത് ജോബ് സൈറ്റ് അല്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ധൈര്യമായിട്ട് കേട്ടോ. അപ്പോൾ അതിൽ പല HR ആയിട്ട് വർക്ക് ചെയ്യുന്നവരും MHA പഠിച്ചവരും MHA എടുത്തവരും പിന്നെ MBA ചെയ്തവരുണ്ട്. MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തവരല്ല, വേറെ ചെയ്തവരുണ്ട്. പിന്നെ അങ്ങനെ പല ആൾക്കാരുടെ ഞാനിങ്ങനെ എഡ്യൂക്കേഷൻ്റെ അവരെ കൊടുത്തേക്ക് ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്, എക്സ്പീരിയൻസ് ഉൾപ്പെടെ. അപ്പോൾ അത് നോക്കും, അവരോട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. പക്ഷെ മിക്കപ്പോഴും ഞാൻ പറയും സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ അവർ പറയും ഇപ്പോൾ ഇതിന് വേക്കൻസി ഇല്ല എന്നാണ് പറയുന്നത്.
ഇപ്പൊ നമുക്കൊരു MSc ഉണ്ട്, അല്ലെങ്കിൽ 4 വർഷം 3 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഉറപ്പായിട്ട് നമുക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ, കിട്ടുകയും ചെയ്യും. എന്ന് പറയുമ്പോൾ 100% ഉറപ്പല്ല. നമ്മുടെ സ്കില്ല് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഇപ്പം നമ്മുടെ ഏത് ഹോസ്പിറ്റലാണ് ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിലുള്ള അമൃത വിശ്വവിദ്യാപീഠ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ മണിപ്പാൽ, അപ്പോളോ, പിന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അതിന്റെ ഹെൽത്ത് സയൻസ് കോഴ്സാണ്, മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പോകാം. അതിനു മുമ്പ് എനിക്ക് വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, ആളുടെ പേര് എനിക്കറിയില്ല, മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് എന്തിനാണ് ബ്രോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് നോക്കുന്നതെന്ന്. ആൾക്ക് ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ തന്നെ. കോവിഡ് ഇഷ്യൂസ് ഉള്ള സമയം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പഠിക്കുന്ന സമയത്താണ് കോവിഡ് പെട്ടെന്ന് വന്നൊരു സാധനമാണ്. അപ്പം അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓൺലൈനിലേക്ക് പോവുക, അങ്ങനെയൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ചത് ഒരു MG യൂണിവേഴ്സിറ്റിയാണ്. അപ്പം 2 വർഷത്തെ കോഴ്സാണ് ഈ കോഴ്സ്, നമ്മൾ ടൂറിസം എന്ന് പറയുന്നത്, ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. പേരെല്ലാം മറന്നു കേട്ടോ, ഇപ്പൊ ഒരു 2021 22 പാസ്സായതെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ചെയ്ത് പഠിക്കുക, കാരണം ടൂറിസത്തിന്റെ കാര്യമല്ലേ. അപ്പോൾ കുറെ ആദ്യമൊക്കെ പാടായിരുന്നു, പിന്നെ പഠിക്കുക എളുപ്പം. പക്ഷെ ടൂറിസം മാത്രമല്ല അത് പഠിക്കാനുള്ളത് ഞാൻ പറയാം. ടൂറിസത്തിന്റെ കൂടെ നമുക്ക് കോഴ്സായിട്ട് അക്കൗണ്ട്സ് പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3rd സെമ്മിലെ 3ാമത്തെ സെമ്മിലാണെന്ന് തോന്നുന്നു അക്കൗണ്ട്സ് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ബേസിക് അക്കൗണ്ട്സിന് പഠിക്കുകയാണ്. എനിക്ക് ഒന്നാമതേ കണക്ക് ഇഷ്ടമല്ല, എൻ്റെ കൂടെ ബേസിക് അക്കൗണ്ട്സ് കൂടി വന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ. പക്ഷെ എങ്ങനെയൊക്കെയോ പഠിച്ച് നമുക്ക് പാസ്സാവാൻ പറ്റി, കുഴപ്പമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റി. പിന്നെ EDP, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ കാര്യം, പിന്നെ OP അല്ല, എന്താണ് അതിന്റെ പേര് ഞാൻ മറന്നുപോയി, OP ഓഡിയോ, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നമുക്ക് കോർ കോഴ്സുകളും അതിന്റെ കൂടെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ടൂറിസത്തിന്റെ തന്നെ ഫസ്റ്റ് സെമ്മിലാണ്. ഫസ്റ്റ് സെമസ്റ്ററിലായിരുന്നു ഞങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഒരു ചെറിയൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ചെറുതല്ല ഇച്ചിരി വലുതാ, അത് കുറെ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ടൂറിസം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ടൂറിസം സബ്ജക്റ്റ് പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള രീതിയിലുണ്ടായിരുന്നു, പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് സെമ്മിലൊക്കെ എത്തുമ്പോൾ ഫുള്ള് നമുക്ക് ടൂറിസമേ പഠിക്കാനുള്ളൂ. ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ചെയ്ത് പഠിക്കാവുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് ഇൻഫർമേഷൻ കിട്ടും. അന്ന് നമുക്കുള്ള ബുദ്ധി ഇപ്പോൾ ഉള്ള ബുദ്ധി തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറയുമ്പോൾ 2 വർഷമാണെങ്കിലും നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞു, നമ്മൾ കുറെ സോഴ്സുകൾ കണ്ടെത്തി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ അന്നത്തേന്ന് വരുമ്പോൾ നമുക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അതാണ് മെയിൻ ഒരു വ്യത്യാസം. അപ്പോൾ ബ്രോ എനിക്ക് പറയാനുള്ളത് കാര്യം, സത്യത്തിൽ ഈ കൊറോണ കാരണം നമുക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തിയറിക്ക് നമ്മളിപ്പം ടൂറിസം നമുക്കൊരു ഓൺലൈനിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തരും, ഓക്കെ. പക്ഷേ നമുക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടാതെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് നമുക്കൊരു പഠിച്ച് നമുക്ക് ഇറങ്ങാൻ പാടാണ്. അപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ആണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതൽ പഠിച്ചെടുത്തെന്ന് പറയുന്ന അവർ ട്രാവൽ ഏജൻസി പോയി, പിന്നെ എനിക്ക് തോന്നുന്നു ഹോട്ടലിലൊക്കെ ട്രെയിനിങ് ചെയ്തു എന്ന് പറഞ്ഞാൽ 1 മന്ത് നമുക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തവരാണ്. അപ്പം ഇതൊക്കെ പ്രതീക്ഷ അപ്പോൾ നമുക്കൊരു 1 lakh അടുത്ത് എത്തും. ഒരു സെമ്മിൽ 18,000 ഫീസ് വരുന്നത്, 11,000 ആയിരുന്നു ഒരു സെമിസ്റ്ററിൽ ഫീസൊക്കെ വരുന്നത്. സോ നമുക്ക് അതൊക്കെ മുടക്കുന്നത് നമുക്ക് വലിയ പ്രശ്നമല്ല, കാരണം നല്ലൊരു കോഴ്സാണ്, നല്ലൊരു പൊസിഷനിൽ എത്തും എന്നൊക്കെ ഉള്ള ഇതാണ്. ആ സമയത്താണ് കൊറോണ അവതരിച്ചത്. അപ്പോൾ പിന്നെ എല്ലാം പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ടൂറിസം ആയിട്ട് എല്ലാ ഇൻഡസ്ട്രിയും തകരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫീൽഡിൽ കയറാൻ പറ്റാഞ്ഞത്. പക്ഷേ ടൂറിസം ഫീൽഡ് ഞാൻ ഇപ്പോഴും വിട്ടിട്ടില്ല, കാരണം അത് നോക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിലൂടെ എത്തിയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ കസ്റ്റമർ സർവീസ് ഫീൽഡിലൂടെ എനിക്ക് ഭയങ്കര ഇൻട്രാക്ഷൻ ആണ്. കാരണം എനിക്കൊരു പാഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്, കസ്റ്റമർ സർവീസ് എനിക്ക് ഭയങ്കര പാഷൻ എന്ന് ഞാൻ പറയും. എന്നേരം കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്, ടെലികോളിംഗ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഏത് ഫീൽഡായാലും ഞാൻ നോക്കുമ്പോൾ കസ്റ്റമർ സർവീസിലോട്ടേ പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോട് എടുക്കാൻ കാരണം. അത് എനിക്ക് ആ വിഷയത്തോട് താല്പര്യമുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ പലരും നെഗറ്റീവ് പറയുന്നുണ്ട് ഹോസ്പിറ്റലിനെ കുറിച്ച്. അപ്പം ഞാൻ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരു ചേട്ടനുണ്ടായിരുന്നു, പേരെയും പറഞ്ഞ പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആള് UAE വർക്ക് ചെയ്യുന്ന പോയെടുത്ത് പെട്ടെന്ന് ആൾക്ക് ജോലി കിട്ടിയില്ല, അവിടെ കിട്ടാൻ പാടാണ്, ലാബിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് കേട്ടോ, ലാബ് അസിസ്റ്റന്റ് എന്തോ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾ. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കുന്ന അതിൽ കാര്യമില്ല എന്നൊക്കെ നെഗറ്റീവ് പറയും. പക്ഷെ നെഗറ്റീവായിട്ടല്ല ആൾ പറഞ്ഞത്. നമുക്കത് അതിൻ്റെ ഒരു എന്താണ് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞത്. എനിക്കത് കൺഫ്യൂഷൻ ആയി പോയി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. എന്നാലും സാരമില്ല, ഒരാളുടെ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നിങ്ങളിതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്റേൺഷിപ്പ് ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ CV പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് ഐഡിയ, നിങ്ങൾക്ക് CV പൈസ കളയാതെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. CV എങ്ങനെ റെഡിയാക്കാം, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായും ചോദിക്കുക. കാരണം ഞാൻ എങ്ങും ജോലിക്ക് കയറിയിട്ടില്ല, പക്ഷേ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ ഒരു മടിയുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ നമ്പറും അതേപോലെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം ID യും ഫേസ്ബുക്ക് ID എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയും ഇന്റർവ്യൂസ് ഇപ്പോൾ ഞാൻ കുറേ ഇന്റർവ്യൂസിന് പോയി. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കൂടി പോയി ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ തൃപ്പൂണിത്തറ ദേവി എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അവിടെ വെച്ച് എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെയും കിട്ടി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. 2 പേര് സെലക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളോട് പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളായിരിക്കും വരിക. കാരണം നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരണമെന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ അത് ചെയ്യാം. അതിനൊപ്പം തന്നെ CV ആഡ് ചെയ്യാം. CV ചെയ്യേണ്ടതും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതും എന്തൊക്കെയാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പറഞ്ഞു തരുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് അത് തന്നെ എനിക്ക് ചോദിക്കുക. കാരണം പല ഹോസ്പിറ്റലിലും പല രീതിയിലാണ് ഇന്റർവ്യൂ നടത്തുക. പക്ഷെ ആ ഒരു പാറ്റേൺ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് എന്തായാലും സെൽഫ് ഇൻട്രോ ഉണ്ടാവും, പിന്നെയാണ് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കുക. അതെല്ലാം CV ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് അവർ ചോദിച്ച കാര്യങ്ങൾ, ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വളരെയധികം നമ്മൾ നോക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ചാണ് കൂടുതൽ ചോദിച്ചത് എന്നോട്. അവിടെ എങ്ങനെ വന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറയും. ആദ്യം പൊട്ടത്തരം വിളിച്ച് പറഞ്ഞു, പിന്നെ ശരിയായിട്ട് സാറിന് പറഞ്ഞു. വളരെ എന്താ പറയാ, ഒരു വളരെയധികം നമുക്ക് ഫ്രണ്ട്ലി തോന്നുന്ന ഒരു സാറായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്തൊരു സാറായിരുന്നു HR. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പക്ഷെ അവിടെ കിട്ടിയില്ല. വിഷമമില്ല, നമ്മൾ വേറെ ജോബ് നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡ് അല്ലാതെ വേറെ ജോബ് നോക്കുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ ഒരുപാട് ഇന്റർവ്യൂസിന് പോയി പൈസ കളയും. ഒന്നും എൻ്റെ പൈസ എല്ലാം കിട്ടാതെയാണ്. അവരെ ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട്. കാരണം നമുക്ക് വേറെ ജോബ് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇന്നലെ ഒരു ജോബ് സെലക്ട് ആയതാ. അത് ഞാൻ നേരത്തെ ചെയ്ത ടെലികോളിംഗ് ആണ്. പക്ഷെ അതെന്തോ എനിക്ക് കൂടി ഇഷ്ടപ്പെടുന്നില്ല. ടെലികോളിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേറെ ജോബ് നോക്കാനാണ് താല്പര്യം. സോ അങ്ങനെയൊക്കെ നോക്കുന്നു. അപ്പം നിങ്ങളും അത് തന്നെ ഞാൻ പറയാണ്, ഈ ഹോസ്പിറ്റലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ വേറെ ജോബ് നോക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറേ അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറേ വരാറുണ്ട്. ഫ്രോഡ് വരുന്നുണ്ട്. ഫ്രോഡ് കാര്യങ്ങൾ എന്ത് മീൻസ് കുറേ ഫ്രോഡ് ജോബുകൾ വരുന്നുണ്ട്, ഓഫേഴ്സ്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാ കാര്യം ഞാൻ അടുത്ത വീഡിയോ പറയും. കാരണം ഈ വീഡിയോ ഇപ്പം ഒരു 17 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാനിത് കൂടുതലായിട്ട് പറയുന്നില്ല. അടുത്ത ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. എനിവേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഏതൊക്കെ കോളേജ് ആണെന്നാണ്, കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള കോളേജും ഏതൊക്കെയാണെന്നാണ്. ബാംഗ്ലൂരൊക്കെ ഒരുപാട് കോളേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം MBA ചെയ്യാൻ താല്പര്യമുള്ളതും MSc ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിക്കാം. ഇന്ന് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അമൃത വിശ്വവിദ്യാപീഠത്തിലേക്ക് ഉള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. എനിവേ, അപ്പോൾ ഇന്നിനി ഇത്രയും ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞിട്ട് കൂട്ട് കാര്യങ്ങളൊക്കെ നോക്കി ഈ കോഴ്സിന് ജോയിൻ ചെയ്യുക. വളരെയധികം സ്കോപ്പുള്ള ഒരു കോഴ്സ് തന്നെയാണ്. 100% ജെന്യുവിനായിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി മാത്രമല്ല, കസ്റ്റമർ സർവീസ് ഫീൽഡിൽ തന്നെ നമുക്ക് വളരെയധികം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതാണ് എൻ്റെ മെയിൻ ഒരു കാര്യം. എനിവേ, അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യത്തെ ഒരു ശ്രമമാണ്. ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് വീഡിയോ കൂടി ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.